ഹലോ ഗേസ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ലോഡ് കയറ്റാൻ വന്ന വണ്ടികളാണ്. എഞ്ചിനിൽ ഇത് 2 ഡ്രൈവർമാരാണ്. അവരെല്ലാം സ്വകാര്യം പറയണേ. നമുക്ക് യൂട്യൂബിൽ വരും കേട്ടോ. കണ്ടമാനം വണ്ടി. ഈ സാധനം കാട്ടി എസ്തമാതിരി ലോഡാട്ടോ. 10-200 ലോഡാണ് കയറ്റി പോകാനുള്ളത്. കമ്പനി നല്ല വെയിൽ വന്നു രാവിലെ തന്നെ. പക്ഷേ ചൂടില്ല, ചൂട് കുറഞ്ഞുകൊണ്ട് നമ്മളെ വണ്ടി വന്നിക്കണം. ഇനി കുറേ വണ്ടി അവിടെ അതാ. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഓഫായി കളി. ഒക്കെ ദമാമക്കാണ്. ജുബൈൽ ദമാമ് റോഡുകളാണ്. ഇത് ഫുള്ള് ദമാമാണ്, ജുബൈലല്ല. ആ നീല പല മോഡലുണ്ട്, പല ഐറ്റംസുകൾ. ഇത് റിയാദ് കർജി കൊണ്ടുപോകുന്ന സാധനമാണ് ഈ ലോഡ്. അപ്പോൾ ഓക്കെ, ബാക്കി ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ ഇവിടുന്ന് ഉറപ്പിടാം, ലോഡ് കയറ്റി തുടങ്ങട്ടെ. അങ്ങനെ നമ്മളെ ഊയം ആയി തുടങ്ങി. ലോഡ് കയറ്റാനുള്ള ആ സാധനം കയറ്റാൻ നീലല്ല, അനുപ്പുറത്തുള്ള മക്കളിങ്ങനെ നീങ്ങി തുടങ്ങി. 10-20 വണ്ടിക്കുള്ള ലോഡാണ്. സാധനമാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ പോയി എത്തി തുടങ്ങി. അവിടെ കയറ്റുണ്ട്. ഇവിടെ ഒരു വണ്ടി കയറ്റുണ്ട്. ഇത് വേറെ, ഇത് ജുബൈലിക്കുള്ളതാണ്. അവിടെ ഈ വണ്ടി അത് ദമാമാണ്. ദമാമും ജുബൈലും ആകെ 100 മാറ്റമേ ഉള്ളൂ. നമുക്ക് ഏതാണ് കയറ്റിനെ അറിയാം. ഞാൻ അവിടെ ചെന്നാലേ അറിയുള്ളൂ. ചിലപ്പം ദമാമാവും, അല്ലെങ്കിൽ ജുബൈലാവും. സെക്യൂരിറ്റി വണ്ടി ഇങ്ങനെ കിടന്ന് പായാണ്, സേഫ്റ്റിൻ്റെ. ഇവിടെയൊക്കെ വണ്ടികളുണ്ടല്ലോ. ഇവിടെ ഒരു വണ്ടി കയറ്റി കൊടുന്ന് വെച്ചേക്കും. ഇത് തെസ്നിയാണ്. ഇവിടുത്തെ ആദ്യത്തെ വലിയൊരു കമ്പനി അത് ഇന്ത്യയിൽ. ഇവിടുന്ന് പിന്നെ ഇറാഖ്, കുവൈത്ത്, ദുബായ് ലോഡ് കയറ്റി പോകുമ്പോൾ ഇവിടുന്നാണ്. ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്നില്ല, ഒരു നീല കളർ. അത് കുവൈത്തേക്ക് പോണ സാധനം. അത് കുവൈത്ത് കയറ്റി പോണ സാധനം. പിന്നെ ഈ ഇരിക്കുന്ന അട്ടി, ഇത് കുറച്ചൊരു അതിൻ്റെ ഒരു സൈഡ് നോക്കിയാൽ കുറച്ചൊരു വീതി കൂടുതലുണ്ടാവും. ആ സാധനം അതും കുവൈത്തേക്ക് പോകണം. പിന്നെ ഇതൊക്കെ നമ്മളെ കമ്പനി വണ്ടികളാട്ടോ. ഇതൊക്കെ നമ്മളെ കമ്പനി വണ്ടികളാണ്. ഇതൊക്കെ നമ്മളെ വണ്ടികളാണ്. ഈ കിടക്കുന്നത് പോണത് കിടക്കണ വെഹിക്കിൽ 10-20 വണ്ടിക്ക് ലോഡ് ഉണ്ടായില്ല. 10-15 വണ്ടി നമ്മളെ കമ്പനി വണ്ടികളാവും ഉണ്ടായില്ല. അതിൽ 5 വണ്ടി 6 വണ്ടിയൊക്കെ പുറത്തുണ്ടാവും. ഇത് ലോഡ് ചെയ്യാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ലോഡ് കയറ്റാണ്. നമ്മളെ കമ്പനിക്കാരനാണ്. അവരൊക്കെ സാധാ ആൾക്കാർ. പെട്ടെന്ന് ലോഡ് പെട്ടെന്നാക്കി തരും. എനിക്ക് ഈ ലോഡല്ല, അത് ജുബൈല. അദ്ദേഹം എനിക്ക് ദമാമാണ് അപ്പുറത്തുള്ള ഫ്രണ്ടിൽ. നമ്മളൊരു കമ്പനിക്കാരനാണ്. ഇങ്ങനെ മാറി കയറ്റി പോവുകയാണ്. ചെക്കപ്പൊക്കെ ആയിട്ട് കയറ്റുണ്ട് പെട്ടെന്ന്. സൈഡ് കയറ്റി കഴിഞ്ഞാൽ അടുത്ത സൈഡ്. അങ്ങനെ നമ്മുടെ ഊഴെത്തി. നമ്മളെ വണ്ടി കയറ്റൽ തുടങ്ങി. അവിടെ ക്യാമറ ഉള്ളതാണ്. ഇവിടുന്ന് വല്ലാതെ പുറത്തിറങ്ങാൻ തന്നെ പാടില്ല. വണ്ടിയിൽ ഫുള്ള് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ ജാക്കറ്റ് ഇതൊക്കെ. അത് ആരും വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ചുളിവിലെടുക്കാനേ പറ്റില്ല. നമ്മളെ വണ്ടി ലോഡായി. ഇതിന് ബെൽറ്റ് ഇടണം, കെട്ടണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ക്യാമറ പിടിക്കലും കെട്ടിലും ഒന്നും കാണിക്കാൻ പറ്റില്ല. അത് കെട്ട് കഴിഞ്ഞതിന് ശേഷം
കാണാം. വണ്ടികൾ ഇഞ്ഞുണ്ട്, ഒരുപാട് വരുന്നു. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തായിട്ട്. ഇങ്ങനെ പിടിച്ച് പോകാനേ പറ്റുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ കാണൂല ഫുള്ള്. ഫോണിൽ हमारा चैनल है, यूट्यूब चैनल है. ഇതൊക്കെ റെഡിയാക്കാണ് ഇപ്പോൾ. ഫുള്ള് ലോഡായി. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചിക്കണൊക്കെ ലെവലാക്കാം. അങ്ങനെ നമ്മളെ തൃശ്ശൂരിൻ്റെ താരം, തൃശ്ശൂർ താരമാണ് രവിയേട്ടൻ. ഇതിൻ്റെ മേലെ കയറിയാണ്, ബെൽറ്റ് ഇടുകയാണ്. രവിയേട്ടൻ ഒരു നിങ്ങളെ നാട്ടുകാർക്കോട് ഇത് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ താരം. ആ സാധനം കെട്ടുകയാണ് ഫുള്ളായിട്ട്. ഇവിടെ പിന്നെ നമ്മളെ സന്തോഷുണ്ട്. സന്തോഷ് എയർപോർട്ട് ഫ്ലൈറ്റ് ഇറങ്ങും, വെയിലത്ത് കണ്ട. അതെ, ജാസിം ഒരാ കാട്ടിലേക്ക് ലോഡൊക്കെ എല്ലാവരും വണ്ടിയൊക്കെ ലോഡായി ഏകദേശം കഴിഞ്ഞ്. നാളെ ലീവാ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇതിൻ്റെ മേലെ ബെൽറ്റ് ഇടല് കെട്ടല് ഒക്കെ. ബംഗ്ലാദേശിലെ താരാണ് ജാസിം എന്ന് അറിയും. അത് സാറേ നമ്മുടെ ദോസ്താക്കാം. രവേട്ടാ കഴിഞ്ഞോ? 24 മൈക്ക് എടുത്തിട്ടില്ല, അപ്പോൾ സൗണ്ട് ക്ലിയർ ഉണ്ടാവുന്നാവോ. മൈക്ക് വണ്ടിയിൽ വെച്ചാണ് പോകുന്നത് ചാർജ് കഴിഞ്ഞപ്പോളേ. നമ്മളെ മൈക്ക് ഹെഡ്സെറ്റാണ്. ഇതാണ് നമ്മളെ കഷ്ടപ്പാട്. വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും. ദുബായിലാ ട്രക്ക് ഡ്രൈവറാ, കണ്ടിയിലെ കാഴ്ച അല്ലേ? അതാ പൈസ ഉണ്ട് കേട്ടാ. പൈസ ഇല്ലാന്ന് പറയരുത്. മാസം 1,00,000 രൂപ നാട്ടിലേക്ക് കറക്റ്റാക്കി വിടുന്ന ആളാണ് ഈ നിൽക്കുന്നത്. അത് 1,00,000 മേലെ വിടുന്ന ആളാണ്. 1.5 തയ്യാൻ കാത്തിക്കോ. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ്. ഇപ്പോൾ ബില്ല് കിട്ടണം. നമ്മൾ ഇക്കാമ സ്തിമാറ വണ്ടീൻ്റെ പേപ്പറൊക്കെ അവിടെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഇവിടുന്ന് എല്ലാ പൈപ്പ് എല്ലാവിധ ലോഡുകളും ഇവിടുന്ന് ഉണ്ടാവും. കംപ്ലീറ്റ് വണ്ടികൾ കണ്ടില്ലേ. ഇതൊക്കെ ഒരു സ്ഥലത്ത്, ഇതൊക്കെ ദമാമാണ്. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടി, ലാസ്റ്റിൻ്റെ വണ്ടി, ഇതൊക്കെ ദമാമാണ്. അതൊക്കെ ഒരു പക്ഷേ മുന്നിൽ കിടക്കുന്ന അവിടെ വേറെ വണ്ടികൾ ജുബൈൽക്കുള്ള 2-3 വണ്ടികൾ. ജുബൈൽക്ക് വണ്ടി തയ്ച്ചില്ല, ഒരു വണ്ടി കൂടെ വേണം. എൻ്റെ വണ്ടി ജുബൈൽക്ക് കയറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചെക്കനെ നല്ല കമ്പനിക്കാരാണ്, അത് സോപ്പിട്ട് കണ്ടേ. ദമാമ് എന്ന ആളാണ്. ദമാമക്ക് പോക്ക് നിർബന്ധമാണ്. ജുബൈലിൽ ഇറക്കിയാലും പിന്നെ അവിടുന്ന് ലോഡ് ഉണ്ടാകുമ്പോൾ സുഖമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ സെക്കൻഡ് സെനിയിൽ അത് ഇറക്കാറുള്ളൂ. അപ്പോൾ അവിടുന്നാണ് റിട്ടേൺ ലോഡ് കയറ്റാറുള്ളത്. അത് പിന്നെ ഇറക്കിങ്ങാണ്ട് അവർ നേക്ക് നോക്കി പോയത്. ഞാൻ ബെൽറ്റ് ഇട്ട് അവിടെ ആ വണ്ടീൻ്റെ ഇട്ട് ഈ വണ്ടീൻ്റെ ഇട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ നിർത്തി നോക്കട്ടെ കേട്ടോ. കെട്ടാനുള്ള സാധനങ്ങളൊക്കെ, സാമഗ്രികളൊക്കെ, ബെൽറ്റ് അടിക്കണ മക്കീനൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ഇതാണ് ആ സാധനം, ബെൽറ്റ് കൊടുക്കണേ. ഓരോന്നിനിട്ട് പിടിക്കണം. ബെൽറ്റ്, തകിട് സാധനങ്ങൾ. നമ്മളെ നാട്ടിലൊക്കെ ലോറി ഫുള്ള് കയറാണ്. ഇവിടെ കയറ് കെട്ടും, കയറിൻ്റെ ഉണ്ട്. ഈ ബെൽറ്റ് ഇട്ടാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇങ്ങനത്തെ സാധനമൊക്കെ ബെൽറ്റ് ഇടുക. പിന്നെ കമ്പി ഇടുന്ന സാധനമുണ്ട്, കമ്പി അതീതിട്ടണേ, അത് വേറെ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ആയി, ലോഡ് കയറ്റി കഴിഞ്ഞ് കയറൊക്കെ ഇട്ട് കെട്ടിയൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഗോ ടു ദമാം.
ये हमारा दोस्त है ये अशरफ भाई. അപ്പോൾ എല്ലാവരോടും ഓക്കെ. അപ്പം ഞാൻ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം. ഓക്കെ.